CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് നടന്നുവരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എ-സോൺ കലോത്സവത്തിൽ വഴിനീളെ അടി. 3 തവണ പോലീസ് ലാത്തിവീശി. നിരവധി SFI പ്രവർത്തകർക്കും മണ്ണാർക്കാട് SIക്കും പരിക്ക്. സംഭവത്തിൽ കണ്ടാൽ അറിയാവുന്ന 30 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തു. മണ്ണാർക്കാട് SI തനി വാടക ഗുണ്ടയാണെന്നും പോലീസാകാൻ കൊള്ളില്ലെന്നും CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. തിരിച്ചടിച്ചാൽ അത് താങ്ങാനാവില്ലെന്നും സുരേഷ് ബാബു പറഞ്ഞു. മണ്ണാർക്കാട് കലോത്സവത്തിനിടെ പരിക്കേറ്റ SFI പ്രവർത്തകരെ CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ആശുപത്രിയിൽ സന്ദർശിച്ചു. ചെറുപ്പുളശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ട് നവീകരണം 2 മാസത്തിനുള്ളിൽ ആരംഭിക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ. ഷൊർണൂർ മണ്ഡലത്തിലെ വിവിധ പ്രവൃത്തികളുടെ അവലോകനത്തിന് ശേഷമാണ് മന്ത്രിയുടെ പ്രതികരണം. ഹൈസ്കൂൾ ഗ്രൗണ്ട് മന്ത്രി സന്ദർശിച്ചു. അമ്പലപ്പാറ വാണിവിലാസിനിയിൽ പെട്രോൾ ബോംബ് എറിഞ്ഞുണ്ടായ സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കോഴിക്കോട് കൊയിലാണ്ടി കണ്ണൂർ സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. കോങ്ങാട് കാഞ്ഞിക്കുളം സത്രംകാവിൽ മോഷണം. പണവും സ്വർണവും നഷ്ടപ്പെട്ടു. ഭണ്ഡാരം കുത്തിത്തുറന്നാണ് മോഷണം നടത്തിയിട്ടുള്ളത്. മോഷണത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. മണ്ണാർക്കാട് നടന്നുവരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എ-സോൺ കലോത്സവത്തിൽ വഴിനീളെ അടി. 3 തവണ പോലീസ് ലാത്തിവീശി. നിരവധി SFI പ്രവർത്തകർക്കും മണ്ണാർക്കാട് SIക്കും പരിക്ക്. സംഭവത്തിൽ കണ്ടാൽ അറിയാവുന്ന 30 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തു. മണ്ണാർക്കാട് നടക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എ-സോൺ കലോത്സവത്തിലാണ് പോലീസും SFI പ്രവർത്തകരും ഏറ്റുമുട്ടിയത്. 3 തവണ പോലീസ് ലാത്തിവീശി. ലാത്തി പ്രയോഗത്തിൽ SFI മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറിക്ക് ഉൾപ്പെടെ 4 പേർക്ക് പരിക്കുപറ്റി. മണ്ണാർക്കാട് SI അജസുദ്ദീനും നെഞ്ചിന് പരിക്കുപറ്റി. ഇവരെ വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാടൻപാട്ട് വിധി നിർണയത്തിൽ ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി സംഘാടകർക്കരികിലെത്തി. പാലക്കാട് ജില്ലയിലെ ഭൂരിഭാഗം കോളേജിന്റെ അവസ്ഥ ഞങ്ങൾക്ക് ചോദിക്കുക. 3 സ്ഥാനക്കാർ 4 പേരൊക്കെ ഒരു സ്കൂൾ കലോത്സവത്തിൽ അങ്ങനത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് ഇവിടെ. തുടർന്ന് വിദ്യാർത്ഥികൾ ഉന്നയിച്ച പരാതി പരിഹരിക്കുമെന്ന് പോലീസിന്റെ മധ്യസ്ഥതയിൽ വിദ്യാർത്ഥികൾക്ക് സംഘാടകർ വാക്കാൽ ഉറപ്പ് നൽകി. എന്നാൽ ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലെ മറ്റു വിദ്യാർത്ഥികൾ മാപ്പിളപ്പാട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വേദിയിൽ കയറി പ്രതിഷേധിച്ചു. ഇവർക്ക് പിന്തുണയുമായി SFI രംഗത്ത് വന്നതോടെ പ്രശ്നം വഷളായി. ഇതേ തുടർന്നാണ് പോലീസ് ലാത്തി വീശിയത്. തുടർന്ന് SFI നേതാക്കളായ PM ആർഷോ, വിപിൻ, DYFI ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ എന്നിവർ സ്ഥലത്തെത്തി. തുടർന്നും പോലീസുമായി വാക്കുതർക്കമുണ്ടായി.
പ്രശ്നം പരിഹരിക്കാനായി സംഘാടകരായ UDSF നേതാക്കളും പോലീസും നേതാക്കളുമായി ചർച്ച നടത്തിയെങ്കിലും ശ്രമം വിഫലമായി. പരിപാടി നിങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ പരിപാടി നശിപ്പിക്കും, അങ്ങനെയല്ല. രാവിലെ മുതൽ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ നന്നായി പരിപാടി നടത്തണം എന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം. അതിലൊന്നും ഞങ്ങൾക്ക് ഒരു പ്രയാസമില്ല. നന്നായി നിങ്ങൾ നടത്തണം തന്നെയാണ് ഞങ്ങൾക്ക് ആഗ്രഹം. പക്ഷേ ഒരു കാര്യമില്ലാതെയാണ് ഞങ്ങളുടെ കുറെ ആളുകളെ നിങ്ങൾക്ക് ഞാൻ ഫോട്ടോ കാണിച്ചതാണ്. ഒരാവശ്യമില്ലാണ്ടാണ് SI ഇമ്മാരി അട്ടിയടിച്ചിരിക്കുന്നത്. തുടർന്ന് SFI ജില്ലാ നേതാക്കൾ വേദി 3 ഉപരോധിച്ചു. SFI പ്രവർത്തകരെ മർദ്ദിച്ച മണ്ണാർക്കാട് SI സ്ഥലത്തെത്തണമെന്ന ആവശ്യം ഉയർത്തിപ്പിടിച്ചാണ് വേദി ഉപരോധിച്ചത്. പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങാം, അല്ലെങ്കിൽ പോലീസുകാർ ഞങ്ങളെ കൂടെ തല്ലിയിട്ട് കൊണ്ടുപോകും. തുടർന്ന് വേദിക്ക് അരികിൽ നിന്നും പോലീസ് മാറി. ഇതോടെ പോലീസും SFI നേതാക്കളും വാക്കുതർക്കമുണ്ടായി. എന്നാൽ വേദി ഉപരോധിച്ച SFI പ്രവർത്തകർക്കെതിരെ UDSF പ്രവർത്തകർ തിരിഞ്ഞു. എന്നാൽ വേദി ഉപരോധിച്ച SFI പ്രവർത്തകർക്കെതിരെ UDSF പ്രവർത്തകർ തിരിഞ്ഞു. ഇതോടെ പോലീസ് വേദിക്കരികിൽ നിൽക്കരുത് എന്ന ഉപാധിയിൽ SFI പ്രവർത്തകർ വേദിക്കരികിൽ നിന്നും മാറുകയായിരുന്നു. അതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ, ചാനം ഭംഗിയായിട്ട് നടക്കണം എന്നുള്ളതാണ്. നമ്മൾ നിങ്ങൾ തമ്മിൽ ഇതുവരെ ഒരു വിഷയമില്ല. നിങ്ങൾ തമ്മിൽ വിഷയം ഉണ്ടാകാനും നമ്മൾ താല്പര്യപ്പെടുന്നില്ല. ഇവറ്റങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് ഒരു മാപ്പിളപ്പാട്ട് മത്സരം ആരംഭിക്കുകയാണ്. നമ്മൾ സംസാരിച്ചു, മാർച്ചോട് പിള്ളേരും സഹകരിക്കും. വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിനകത്ത് ഇവിടെ ഒരൊറ്റ വ്യക്തി ഇവിടെ ഉണ്ടായിരുന്ന ഒരു SI അദ്ദേഹത്തിന്റെ മാത്രം തെറ്റായിട്ടുള്ള സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിൽ വലിയ ആലങ്കോലായി മാറുകയും ഒരുപാട് നേരത്തേക്ക് മറ്റു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയാത്ത ഒരു നില ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് ഇതിനകത്ത് ഒരു കലോത്സവം സംഘടിപ്പിക്കുന്ന ഘട്ടത്തിൽ ഇതൊക്കെ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ കലോത്സവത്തിന്റെ സംഘാടകർ ആരാണെന്നുണ്ടെങ്കിലും അവരോട് വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. കാരണം ഇത് വിവിധ ക്യാമ്പസുകൾ, ഇപ്പോൾ ഞങ്ങളുടെ യൂണിയനുള്ള ക്യാമ്പസുകളിലെ കുട്ടികൾക്കും ഇതിനകത്ത് പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് ഉൾപ്പെടെ ഏറ്റവും മികച്ച നിലയിൽ പങ്കെടുത്ത് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാവണം. മുഴുവൻ കുട്ടികളെയും അപകടാവശം കൃത്യമായി വിനിയോഗിക്കപ്പെടുന്നതിന് വേണ്ടി ഇതിൻ്റെയൊക്കെ എല്ലാ സംഘാടകരുമായും ഏറ്റവും നല്ല നിലയ്ക്ക് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിനകത്ത് ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. അങ്ങനെ തന്നെ വേണമെന്നുള്ളതാണ് ഞങ്ങളുടെ താല്പര്യവും. എന്നാൽ ചിലയിടത്ത് അങ്ങനെ അല്ലാത്ത നിലയിലുള്ള ഇടപെടലുകൾ സംഘാടകരുടെ ഉൾപ്പെടെ ഭാഗത്ത് ഉണ്ടാകുന്ന ഘട്ടത്തിൽ അതിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതേ ഉള്ളൂ. CCN മണ്ണാർക്കാട്. മണ്ണാർക്കാട് SI തനി വാടക ഗുണ്ടയാണെന്നും പോലീസാകാൻ കൊള്ളില്ലെന്നും CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. തിരിച്ചടിച്ചാൽ അത് താങ്ങാനാവില്ലെന്നും സുരേഷ് ബാബു പറഞ്ഞു. മണ്ണാർക്കാട് കലോത്സവത്തിനിടെ പരിക്കേറ്റ SFI പ്രവർത്തകരെ CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ആശുപത്രിയിൽ സന്ദർശിച്ചു. മണ്ണാർക്കാട്ടിലെ ഒരു SI അയാൾ SI ആവാൻ കൊള്ളുന്നവനല്ല. അവൻ തനി ഒരു വാടക ഗുണ്ടയെ പോലെ അല്ലെങ്കിൽ കൊട്ടേഷൻ ഗ്രൂപ്പിന്റെ അംഗത്തെ പോലെയാണ് SFIയുടെ പ്രവർത്തകരോട് പെരുമാറിയിട്ടുള്ളത്. ഒരു പ്രകോപനവുമില്ലാതെ ചർച്ച നടത്തുന്നു. ചർച്ചയിൽ തമ്മിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നു. പെട്ടെന്നാണ് SIയുടെ നേതൃത്വത്തിൽ ക്യാമ്പിലെ പോലീസുകാരെ വെച്ച് SFIയുടെ പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ചടിച്ചിട്ടുള്ളത്. SFIയുടെ പ്രവർത്തകരെ നേതാക്കളെ മാത്രമാണ് തെരഞ്ഞുപിടിച്ചടിച്ചിട്ടുള്ളത്. അപ്പൊ SI ഒരു ഗുണ്ടയെ പോലെയാണ് പെരുമാറിയിട്ടുള്ളത്. SFI സഹിക്കുന്നതിനപ്പുറമാകുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും തിരിച്ച് പ്രതികരിച്ചാൽ അത് സഹിക്കാൻ പറ്റുന്ന നിലയിലേക്ക് ഈ പറയുന്ന ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് KSUവിന്റെയും അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെയും ഏകപക്ഷീയമായിട്ടുള്ള അക്രമം, MSFന്റെയും ഉൾപ്പെടെ അക്രമം നിർത്തുന്നതാണ് നല്ലത്.
അല്ലാത്ത പക്ഷം സഹിക്കുന്നതിനപ്പുറമാകുമ്പോൾ സ്വമേധയാ പ്രതികരിക്കുന്ന രീതിയിലേക്ക് ഞങ്ങളുടെ പ്രവർത്തകർ എത്തിച്ചേരും. അത് നിങ്ങൾക്കൊരിക്കലും താങ്ങാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കി പോകുന്നതായിരിക്കും നല്ലത്. മറ്റൊന്ന്, ഇത്തരം ഗുണ്ടായുസവും കൊണ്ട് നടക്കുന്ന പോലീസിന്റെ ചുരുക്കം ചില ആളുകളിൽ ഒരുത്തനാണ് മണ്ണാർക്കാട് എസ് ഐ. മണ്ണാർക്കാട് കലോത്സവത്തിനിടെ പരിക്കേറ്റ SFI പ്രവർത്തകരെ ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. SFI തല്ലുകൊള്ളാൻ വിധിക്കപ്പെട്ടവരല്ലെന്നും ഞങ്ങളെ രണ്ടാം കിടയായി കാണരുതെന്നും അല്ലെങ്കിൽ ഞങ്ങളുടെ വഴിയിൽ പോകുമെന്നും EN സുരേഷ് ബാബു SPയെ ഫോണിൽ വിളിച്ചും പറഞ്ഞു. ഇതിപ്പോ അവിടെ ഒരു കേസ് പ്രവർത്തകൻ അടിയില്ല, അവരും തല്ലണമെന്നല്ല ഞാൻ പറയുന്നത്. SFIക്കാർ മാത്രമാണ് അടി കിട്ടിയിട്ടുള്ളത്. മാത്രമല്ല, രാവിലെ 3 മണിക്ക് ഒരു SFI പ്രവർത്തകനെ MSFകാരും KSUക്കാരും വന്ന് അടിച്ചിട്ട് 2 കൈലിയും തല്ലി ഓടിച്ചിരിക്കുന്നു. ആ കേസിൽ പോലും മൊഴിയെടുക്കാൻ പോലീസ് എത്തിയിട്ടില്ല. അല്ല, ഇത് ഞാൻ പറയുന്നത്, ഞങ്ങള് ഈ രണ്ടാം കടയായിട്ട് കണക്കാക്കുന്നത് ശരിയല്ല. ഞങ്ങൾ സർക്കാരിന്റെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാം സഹിക്കാൻ വേണ്ടി നിൽക്കുന്നവരല്ല. അത് SP അത് മനസ്സിലാക്കണം. അല്ല, SI ഇത് വളരെ മോശമായിട്ടാണ്. നിങ്ങളത് ആ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. അത് ആക്ഷൻ എടുക്കണം. ഞാൻ പറയുന്നത്, നിങ്ങൾ ന്യായമായി ചെയ്താൽ മതി. CPMന്റെ ഭരണമാണ് എന്നുള്ളത് കൊണ്ട് SFIക്ക് ഒരു ആനുകൂല്യം തരണ്ട. ഞങ്ങളുടെ പിള്ളേരെ അക്രമ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശക്തമായ ആക്ഷൻ എടുത്തോളെ. പക്ഷേ അനാവശ്യമായിട്ട് പോലീസ് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ആ പോലീസിനെതിരെ ആക്ഷൻ എടുക്കാൻ ഒരു ഓഫീസർ എന്ന നിലയ്ക്ക്, നിങ്ങൾ ഉന്നത ഓഫീസർ എന്ന നിലയ്ക്ക് നിങ്ങൾ തയ്യാറാവണം. ഉറപ്പായിട്ടും എല്ലാവരും. അല്ലാതെ ഞങ്ങളുടേതായിട്ടുള്ള ഒരു വഴി ഇങ്ങനെ പോകില്ല. ഞങ്ങളെ വെറുതെ തല്ലുകൊള്ളാൻ വേണ്ടി വിധിക്കപ്പെട്ടവരല്ലല്ലോ. ഞങ്ങളെല്ലാ തല്ലും കൊള്ളണം, ഞങ്ങൾ തന്നെ മരിക്കും വേണം പറഞ്ഞാൽ എത്ര കാര്യം സഹിക്കാൻ പറ്റുക? ഞങ്ങളുടെ ഒരു വികാരം SP മനസ്സിലാക്കണം. നെല്ലിപ്പുഴ നജാത്ത് കോളേജിൽ നടക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി A-സോൺ കലോത്സവത്തിലുണ്ടായ പോലീസ് ലാത്തിവീശലിൽ 5 SFI പ്രവർത്തകർക്കാണ് പരിക്കു പറ്റിയത്. SFI മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഫായിസ്, പാലക്കാട് സ്വദേശി ബിപിൻ, ശ്രീകൃഷ്ണപുരം പുഞ്ചപ്പാടം സ്വദേശി വിഷ്ണുമോഹൻ, തൃത്താല സ്വദേശി വൈഷ്ണവ്, ഒറ്റപ്പാലം സ്വദേശി അബു ഫാസിൽ എന്നിവരാണ് വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. അതേസമയം പ്രശ്നം ശാന്തമായ ശേഷവും MSF KSU പ്രവർത്തകർ SFI പ്രവർത്തകരെ മർദ്ദിച്ചതായി പരിക്കേറ്റവർ പറഞ്ഞു. ഷൊർണൂർ SN കോളേജിലെ വിദ്യാർത്ഥി അബു ഫാസിലിനാണ് മർദ്ദനമേറ്റത്. ഫാസിലിന്റെ 2 കൈകളും തല്ലിയോടിച്ചു. പിന്നെ വൈകുന്നേരം നമ്മളോട് പിള്ളേരെ പരിപാടിയും കഴിഞ്ഞ് അവിടെ പോരാൻ നിൽക്കുന്ന ഘട്ടത്തിൽ ഞാൻ അതിനിടയിൽ ബൈറ്റൊക്കെ കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായി. ന്യൂസുകാർക്ക് ഇന്ന് ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾക്ക് പറയുന്ന സ്ഥിതി ഉണ്ടായി. അതിൻ്റെ കൂടെ ഒരു മുൻവൈരാഗ്യം കണക്കെടുത്തിട്ടാണ് രാത്രി ഞാൻ ക്യാമ്പസ് വിട്ട് അവിടുന്ന് നജാത്ത് കോളേജിൽ നിന്ന് നാട്ടിലോട്ട് പോകാൻ വേണ്ടി വാഹനം വേണ്ടി പുറത്തിറങ്ങിയതാണ്. അപ്പോൾ KSUവിന്റെ MSFന്റെ നേതാക്കന്മാർ കുറച്ച് ആളുകൾ വന്ന് ഏകദേശം 4-5 ആളുകൾ വന്നിട്ട് നമ്മൾ മർദ്ദിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പിന്നെ മണ്ണാർക്കാട് SI അജാസുദ്ദീനും സംഘർഷത്തിൽ പരിക്കു പറ്റിയിട്ടുണ്ട്. CCN മണ്ണാർക്കാട്. മണ്ണാർക്കാട് നടന്നുവരുന്ന A-സോൺ കലോത്സവത്തിൽ MSF KSU തർക്കമെന്നത് SFI നേതാവ് ആർഷയുടെ സൃഷ്ടിയെന്ന് സംഘാടകർ. നിലവിൽ കലോത്സവത്തിൽ അടി നടന്നിട്ടില്ലെന്നും മത്സരിക്കാത്ത ഇനത്തിൽ MES കോളേജിന് 1ാം സ്ഥാനം നൽകിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും സംഘാടകർ പറഞ്ഞു. KSU MSF എന്ന് പറയുന്ന ഒരു സംഘടനക്ക് അതീതമായിട്ടാണ് ഞങ്ങൾ ഈ പരിപാടികൾ നടക്കുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റാണ് നിഖിൽ, KSUവിൻ്റെ സംസ്ഥാന ഭാരവാഹിയാണ് അജാസ്, MSFന്റെ ഭാരവാഹികളാണ് അതേപോലെ തന്നെ ഗിരീഷ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേക പൊളിറ്റിക്സിന്റെ പേരിലല്ല ഇവിടെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല. ചില ക്യാമ്പസുകൾക്ക് മത്സര ഇനത്തിൽ ഉദ്ദേശിച്ച ഫലം വരാത്തത് മൂലം വിധികർത്താക്കൾക്ക് നേരെയുണ്ടായ വാക്കേറ്റമാണ് SFI വളച്ചൊടിച്ചത്. ക്ലാസിക്കൽ ഡാൻസ് പ്രോഗ്രാമിൽ വിധികർത്താക്കൾ 1ും 2ും നൽകിയ കോളേജുകൾ അതിന് അർഹരല്ലെന്ന് പറഞ്ഞാണ് NSS കോളേജ് വിദ്യാർത്ഥികളും മറ്റു കോളേജുകളിലെ വിദ്യാർത്ഥികളും വിധികർത്താക്കൾക്കു നേരെ തിരിഞ്ഞത്. ഇതോടെ സംഘാടകർ ഇടപെട്ട് പ്രശ്നക്കാരെ തടഞ്ഞു. തുടർന്ന് പോലീസ് എത്തി പ്രശ്നമുന്നയിച്ച മത്സരാർത്ഥികളെയും വിധികർത്താക്കളെയും ഒരുമിച്ചിരുത്തി പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. ഇതുവരെ യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത രൂപത്തിൽ വളരെ ജനകീയമായ, വളരെ മികച്ച പാർട്ടിസിപ്പേഷൻ, മികച്ച സംഘാടനത്തോടെ നടക്കുന്ന ഒരു സോണൽ മത്സരങ്ങളാണ് ഇപ്പോൾ നടന്നിരുന്നത്.
ഇന്റർ സോൺ മത്സരം അടുത്ത് നടക്കാൻ പോവുകയാണ്. ഇത് മുഴുവൻ നടന്ന് ഇന്റർ സോണോട് നടന്നു കഴിഞ്ഞാൽ അത് SFIക്ക് ഉണ്ടാകുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പരാജയമുണ്ട്. കാരണം കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് വിദ്യാർത്ഥികൾക്ക് ഇതുവരെ ലഭിക്കാത്ത ഒരുപാട് അവസരങ്ങൾ ലഭ്യമാക്കിയത് ഞങ്ങളുടെ ഈ ഐക്യ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ നേതൃത്വത്തിലാണ് എന്ന വലിയ രീതിയിലുള്ള അഭിമാനം ഞങ്ങൾക്ക് പറയാനുണ്ട്. അത് രാഷ്ട്രീയപരമായ പരാജയം SFIയുടെ ആണെന്ന് വിദ്യാർത്ഥികൾ തിരിച്ചറിയുന്ന ഒരു പരാജയ ഭീതിക്കകത്ത് ഒരു ഫ്രസ്ട്രേഷൻ ആണ് ചെയ്യുന്നത്. SFIയുടെ സംസ്ഥാന നേതൃത്വം ഇന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് എല്ലാ സോണലുകളിലും നടക്കുന്നത്. ക്ലാസിക്കൽ ഡാൻസ് മത്സര ഇനത്തിൽ MS കല്ലടി കോളേജ് മത്സരിച്ചിട്ടില്ല എന്നിരിക്കെ MS കോളേജിന് ഫസ്റ്റ് നൽകിയതാണ് പ്രശ്നത്തിന് കാരണമെന്ന് ചില മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിച്ചിരുന്നു. ഇത് അടിസ്ഥാനരഹിതമാണെന്നും ഇതെല്ലാം SFI സൃഷ്ടിയാണെന്നും സംഘാടകർ പറഞ്ഞു. ഇന്നലെ നടന്ന ഫോക്ക് ഡാൻസ് എന്ന് പറയുന്ന, ഞാൻ ആ ന്യൂസ് ശ്രദ്ധിച്ചായിരുന്നു. ഇന്നലെ നടന്ന ഫോക്ക് ഡാൻസ് എന്ന് പറയുന്ന മത്സരത്തിൽ ഈ MS കല്ലടി കോളേജ് എന്ന് പറയുന്ന കോളേജിൻ്റെ ഒരു മത്സരാർത്ഥി പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല, മത്സരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണത് MES? ഇതെന്താ വെച്ചാൽ MSF KSU എന്ന തലത്തിലേക്ക് ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ മെസ്സേജ് അയക്കുന്ന, ഈ വീഡിയോസ് ഇടുന്ന ആളുകൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. കാരണം MES ആ മത്സരത്തിൽ പങ്കെടുത്തിട്ട് പോലില്ല. MSF KSU തമ്മിൽ സംഘർഷമാണെന്ന് പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നിഗൂഢമായ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞു പറയുന്നത്. SFI, MSF, KSU എന്നീ സംഘടനകൾ കൈകോർത്താണ് ഏസോൺ കലോത്സവം നടത്തി വരുന്നത്. ഈ വാർത്ത ഒരുമിച്ചിരുന്നാണ് കണ്ടിരുന്നത് എന്നും സംഘാടകർ കൂട്ടിച്ചേർത്തു. KSU MSF സംഘടന എന്നൊക്കെ പറഞ്ഞ് ന്യൂസുകൾ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് പോലും SFIയുടെ റെപ്പും KSUവിൻ്റെയും അതുപോലെ തന്നെ MSFിൻ്റെയും അടക്കമുള്ള ആളുകൾ ഈ ന്യൂസ് ഒരുമിച്ചിരുന്ന് വായിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കലോത്സവ നഗരിയിലുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഈ ന്യൂസുകൾ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് പോലും അറിവില്ലാത്ത ഒരു കാര്യത്തിലേക്ക് ഇന്നലെ ന്യൂസ് കാണുമ്പോൾ പെട്ടെന്ന് വരികയാണ്. കലയിൽ രാഷ്ട്രീയം കലർത്തരുത് എന്ന പ്രതിപക്ഷ നേതാവിന്റെ വാക്ക് മണ്ണാർക്കാട് നടന്നുവരുന്ന ഏസോൺ കലോത്സവത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ടെന്നും സംഘാടകർ പറഞ്ഞു. CCN മണ്ണാർക്കാട്. ചെർപ്പുളശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ട് നവീകരണം 2 മാസത്തിനുള്ളിൽ ആരംഭിക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. ഷൊർണൂർ മണ്ഡലത്തിലെ വിവിധ പ്രവൃത്തികളുടെ അവലോകനത്തിന് ശേഷമാണ് മന്ത്രിയുടെ പ്രതികരണം. ഹൈസ്കൂൾ ഗ്രൗണ്ട് മന്ത്രി സന്ദർശിച്ചു. വെള്ളിയാഴ്ചയാണ് കായിക വകുപ്പുമായി ബന്ധപ്പെട്ട് ഷൊർണൂർ മണ്ഡലത്തിൽ നിർമ്മിക്കുന്ന വിവിധ പ്രവൃത്തികളുടെ അവലോകന യോഗം ചെർപ്പുളശ്ശേരിയിൽ ചേർന്നത്. രാവിലെ ചെർപ്പുളശ്ശേരിയിലെത്തിയ മന്ത്രി സ്റ്റേഡിയം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ചെർപ്പുളശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ട് സന്ദർശിച്ചു. ഷൊർണൂർ MLA P മമ്മിക്കുട്ടി, നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ എന്നിവരും ഉണ്ടായിരുന്നു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലും അനങ്ങനടി ഗ്രാമപഞ്ചായത്തിലും നിർമ്മിക്കുന്ന ടർഫുകളുടെ പണി പൂർത്തീകരിക്കാൻ ഇടപെടലുണ്ടാകണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാർ യോഗത്തിൽ മന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഇക്കാര്യം കരാറുകാരനോട് ചോദിച്ചറിഞ്ഞ മന്ത്രി എത്രയും പെട്ടെന്ന് നിർമ്മാണം ആരംഭിക്കണമെന്ന് നിർദ്ദേശം നൽകി. ചെർപ്പുളശ്ശേരിയിൽ സ്റ്റേഡിയം നവീകരിക്കുന്നതിന് 1 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഈ തുക മതിയാകാതെ വരികയാണെങ്കിൽ നഗരസഭയുടെ ഭാഗത്തുനിന്ന് സഹകരണം ഉണ്ടാകുമെന്ന് നഗരസഭാ ചെയർമാനും യോഗത്തെ അറിയിച്ചു. മാർച്ച് മാസത്തിൽ തന്നെ സ്റ്റേഡിയം നിർമ്മാണം ആരംഭിക്കുമെന്ന് യോഗത്തിനു ശേഷം മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ഏറ്റവും നല്ല ടർഫായിട്ടുള്ള മഡ് ടർഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മണ്ണാണ്. സാധാരണഗതിയിൽ നമ്മൾ ഗ്രൗണ്ടുകൾ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരിക ഈ ടർഫ് നിർമ്മിക്കാൻ. ഇവിടെ അതിന് അധികം പണത്തിൻ്റെ ആവശ്യമില്ല. വളരെ കുറഞ്ഞ പണം കൊണ്ട് തന്നെ നമുക്ക് നാച്ചുറൽ ടർഫ് ആയതുകൊണ്ട് അവിടെ അത് നിർമ്മിക്കാൻ വളരെ പെട്ടെന്ന് കഴിയും. ഇതിൽ ഉള്ളൊരു മറ്റൊരു കാര്യം, അനുബന്ധ സൗകര്യങ്ങൾക്കാണ് പണം ആവശ്യമില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഫെൻസിങ്, ഡ്രെയിനേജ്, ഗാലറി ആൻഡ് ഫ്ലഡ് ലൈറ്റ്. ഈ 4 കാര്യങ്ങൾ ഇതിലിപ്പോൾ ഉണ്ട്. അതിൽ കുറച്ച് ഭാഗത്ത് ഡ്രെയിനേജിൻ്റെ ഒരു കുറവാണല്ലോ. അത് ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാൻ അത് മുനിസിപ്പൽ ഫണ്ട് കൊണ്ട് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പ്രശ്നം അവിടെ പരിഹരിക്കുകയാണ്. പിന്നെ ഫെൻസിങ് ഇല്ലാത്ത ഭാഗങ്ങളിലേക്ക് ഫെൻസിങ്ങിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ പണി തുടങ്ങുന്ന അവസരത്തിൽ ബഹുമാനപ്പെട്ട MLAയോട് സംസാരിച്ച് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ അതിൽ നടത്തും. ഏതായാലും എനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത് ഏറ്റവും നല്ലൊരു ഫുട്ബോൾ കോർട്ടായി അത് മാറും. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗംഗാധരൻ, അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രൻ, മറ്റു ഉദ്യോഗസ്ഥർ, കൗൺസിലർമാർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. കോങ്ങാട് കാഞ്ഞിക്കുളം സത്രംകാവിൽ മോഷണം. പണവും സ്വർണവും നഷ്ടപ്പെട്ടു. ഭണ്ഡാരം കുത്തി തുറന്നാണ് മോഷണം നടത്തിയിട്ടുള്ളത്. മോഷണത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു.
ക്ഷേത്രം ജീവനക്കാരൻ രാവിലെ ഓഫീസ് തുറക്കാൻ വന്നപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടത്. വാതിൽ കുത്തി തുറന്ന് അകത്തുള്ള അലമാര തുറന്ന് ഭണ്ഡാരത്തിന്റെ താക്കോൽ എടുത്ത ശേഷമാണ് മോഷണം നടത്തിയിട്ടുള്ളത്. പ്രധാന ക്ഷേത്രത്തിന്റെ ഭണ്ഡാരവും തുറന്ന് ഉപദേവന്മാരുടെ ഭാഗത്തുള്ള ഭണ്ഡാരമടക്കം 4 എണ്ണമാണ് കുത്തിത്തുറന്ന് നശിപ്പിച്ച് മോഷണം നടത്തിയത്. 5000 രൂപയും ഭണ്ഡാരത്തിൽ വഴിപാടു കിട്ടിയ സ്വർണത്തിന്റെ താലി അടക്കമുള്ള സാധനങ്ങൾ നഷ്ടമായിട്ടുണ്ടെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രം ഭാരവാഹികൾ കോങ്ങാട് പോലീസിൽ പരാതി നൽകി. മുഖം മറച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത് എന്ന് CCTVയിൽ വ്യക്തമാണ്. ശനിയാഴ്ച പുലർച്ചെ 2:30 മോഷണം നടന്നിട്ടുള്ളത്. അന്വേഷണം ആരംഭിച്ചതായി കോങ്ങാട് പോലീസ് അറിയിച്ചു. CCN കോങ്ങാട്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ 55-ാം മൈലിൽ വാഹനാപകടം, 2 പേർക്ക് പരിക്ക്. റോഡരികിൽ കൂട്ടിയിരുന്ന കുടിവെള്ള പദ്ധതിയുടെ ഇരുമ്പ് പൈപ്പിലേക്കാണ് കാറിടിച്ച് കയറിയത്. കൊമ്പം അക്കര വീട്ടിൽ ഹംസ, ഭാര്യ ദാന എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ മറ്റൊരു വാഹനം വന്നപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതിലാണ് അപകടമുണ്ടായത്. റോഡരികിൽ കൂട്ടിയിട്ടിരുന്ന ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഇരുമ്പ് പൈപ്പിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ഭീമനാട് നിന്നും കൊമ്പത്തേക്ക് പോവുകയായിരുന്ന കുടുംബമായിരുന്നു കാറിലുണ്ടായിരുന്നത്. പരിക്കേറ്റവരെ വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CCN ചെത്തല്ലൂർ. അമ്പലപ്പാറ വാണിവിലാസിനിയിൽ പെട്രോൾ ബോംബ് എറിഞ്ഞുണ്ടായ സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കോഴിക്കോട് കൊയിലാണ്ടി കണ്ണൂർ സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. അമ്പലപ്പാറ ചുനങ്ങാട് വാണിവിലാസിനിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ സമീപത്ത് താമസിക്കുന്ന നീരജാണ് 6 തൊഴിലാളികൾക്ക് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞത്. നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന തൊഴിലാളികൾക്ക് നേരെ നീരജ് പെട്രോൾ ബോംബ് എറിയുകയായിരുന്നു. ആക്രമണത്തിൽ വിഷ്ണുവിനും ബാലുശ്ശേരി സ്വദേശി പ്രിയേഷിനും ഗുരുതരമായി പരിക്കേറ്റു. കൊയിലാണ്ടി കണ്ണൂർ സ്വദേശികളായ ജിതിൻ, ബാലൻ എന്നിവർക്ക് നിസ്സാരമായും പരിക്കേറ്റു. മറ്റു 2 പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വീടിന്റെ പൂമുഖത്ത് കിടന്നുറങ്ങുകയായിരുന്നു തൊഴിലാളികൾ. പൂമുഖത്തെ ചുമരിലേക്ക് എറിഞ്ഞ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് നിലത്ത് തീപടരുകയായിരുന്നു. നാട്ടുകാരും പോലീസുമാണ് പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിച്ചത്. കേസിൽ അറസ്റ്റിലായ ചുനങ്ങാട് മനങ്കയത്ത് നീരജ് ഇപ്പോൾ റിമാൻഡിലാണ്. തൊഴിലാളികൾ പതിവായി കളിയാക്കുന്നുവെന്ന ധാരണയാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. ബോംബ് നീരജ് ഒറ്റയ്ക്കാണ് നിർമ്മിച്ചിരുന്നത്. സ്ഫോടനത്തിന് പിന്നാലെ പുറത്തേക്കോടിയ തൊഴിലാളികളിൽ ഒരാളെ കത്തിക്കൊണ്ട് ആക്രമിച്ചെങ്കിലും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. മറ്റൊരാൾക്ക് വീണ് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ വിഷ്ണു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. CCN ഒറ്റപ്പാലം. പാലക്കാട് ഇലപ്പുള്ളി ബ്രൂവറി പദ്ധതിയിൽ വൻ അഴിമതിയാണ് നടന്നിരിക്കുന്നതെന്ന് AICC പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു ഡിസ്റ്റിലറി, ബ്രൂവറി, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ബോട്ടിലിംഗ്, ബ്രൂവറി, അതോടൊപ്പം തന്നെ വൈനറി, പിന്നീട് എത്തനോൾ, 6 നിർമ്മാണ പ്ലാന്റുകൾ കുടിവെള്ളം കിട്ടാത്ത ഇലപ്പുള്ളിയിൽ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അത് കർഷക ദ്രോഹമാണ്, അവിടുത്തെ ജനങ്ങൾക്കെതിരായ ഒരു നിലപാടാണ്. അപ്പോൾ ഇതിനകത്ത് വൻ അഴിമതി ഉണ്ട് എന്നുള്ളത് വളരെ ശരിയായ കാര്യമാണ്. അതിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കൂടുതൽ പരിശോധനയിലൂടെ മാത്രമേ കാര്യങ്ങൾ വരികയുള്ളൂ. ഗവൺമെൻറ്റിന് ഇത്ര നിർബന്ധം എന്താണ് ഇതിവിടെ വേണമെന്ന്? കുടിക്കാൻ ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ കഴിയാത്ത സ്ഥലത്താണ് മദ്യം ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത്. ഇത് എവിടുത്തെ നടപടിയാണ്? ഇതെങ്ങനെ അംഗീകരിക്കാൻ കഴിയും? അതുകൊണ്ട് ഇതിനെതിരായി ശക്തമായ നിലപാടുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അന്വേഷണമല്ല, ഇത് പിൻവലിക്കുകയാണ് വേണ്ടത്. ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് മാത്രം എങ്ങനെ മദ്യനയത്തിൽ മാറ്റം വന്നു എന്നറിഞ്ഞു. അവരുടെ കയ്യിൽ നിന്ന് മാത്രം എങ്ങനെ പ്രൊജക്റ്റ് വാങ്ങി, മറ്റാരെയും അറിയിച്ചില്ലല്ലോ. നയനാർ ഗവൺമെൻറ് കാലത്ത് മദ്യനയത്തിൽ മാറ്റം വരുത്തിയപ്പോൾ അന്ന് പത്രത്തിൽ പരസ്യം കൊടുത്തു, ആളുകൾ അപേക്ഷ കൊടുത്തു, അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുത്തു. അങ്ങനെയാണ് 2019 1999 ഇനിമേൽ കേരളത്തിൽ ഡിസ്റ്റിലറികൾ വേണ്ട എന്നുള്ള തീരുമാനമെടുത്തത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വലിയൊരു അഴിമതിയുണ്ട്, നിക്ഷിപ്ത താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ വളരെ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്നത്. അതെല്ലാം നമുക്ക് വഴിയെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. CCN മലപ്പുറം. മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളക്കലാ അക്കാദമിയുടെ വൈദ്യർ മഹോത്സവം ഫെബ്രുവരി 2 മുതൽ 9 വരെ വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെ നടത്തുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
ഫെബ്രുവരി 2 ഞായറാഴ്ച വൈകുന്നേരം 4 ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കമാവുക. 6 മണിക്ക് മന്ത്രി വി അബ്ദുറഹ്മാൻ മഹോത്സവം ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 9 നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. തുടർന്നുള്ള ദിവസങ്ങളിലായി വിദ്യാർത്ഥികളുടെ കലാമേള, ചിത്ര പ്രദർശനം, സാംസ്കാരിക ഘോഷയാത്ര, കോഴിക്കോട് കാദംബരിയുടെ ലൈവ് ബാൻഡ് മെഗാ ഷോ, കുടുംബശ്രീ പ്രവർത്തകരുടെ കലാസംഗമം, അംഗൻവാടി പ്രവർത്തകരുടെ കലാസംഗമം, മാപ്പിളപ്പാട്ട്, അന്താക്ഷരി, P. ജയചന്ദ്രൻ MT അനുസ്മരണം എന്നിവയും നടക്കും. മാപ്പിളക്കലയും അതുപോലെ മാപ്പിള സംഗീതവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. അതിൽ പ്രമുഖ ചരിത്രകാരനായ മുഹമ്മദ് കൂറിയ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. പിന്നീട് നാടകം, കോൽക്കളി, നാടകം മാർത്താണ്ഡന്റെ സ്വപ്നങ്ങൾ, അതുപോലെ ഫൈസൽ അലത്തിന്റെ പാട്ടും ഭക്ഷികം തുടങ്ങിയ പരിപാടികൾ നടക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ അക്കാദമി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, സെക്രട്ടറി ബഷീർ ചുങ്കത്തറ, വൈസ് ചെയർമാൻ പുലിക്കോട്ടിൽ ഹൈദരാലി, അക്കാദമി അംഗങ്ങളായ രാഘവൻ മാടമ്പത്ത്, P. അബ്ദുറഹ്മാൻ എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. ഒരുമ ടൈലേഴ്സ് കൂട്ടായ്മ ജില്ലാ വാർഷികവും കുടുംബസംഗമവും ഞായറാഴ്ച മലപ്പുറത്ത് നടക്കും. മലപ്പുറം ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടി മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഇപ്പോ 5 വർഷമായിട്ട് ഒരു 100-ൽ പരം തയ്യൽ തൊഴിലാളികളെ സഹായിച്ചിട്ടുണ്ട്. അതായത് അവസ്ഥ അനുഭവിക്കുന്നവർക്കും അതുപോലെ ആക്സിഡന്റ് കാര്യങ്ങളെ പറ്റി കിടക്കുന്ന ആളുകളുടെ സാമ്പത്തിക സ്ഥിതി നോക്കിയിട്ട് നമ്മളൊരു സഹായം തയ്യൽക്കാരിൽ നിന്നും പിരിച്ചിട്ട് കൊടുക്കുന്ന ഒരു സഹായം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിപ്പോ ഈ മലപ്പുറം ജില്ലയുടെ മിക്കവാറും മണ്ഡലങ്ങളിൽ നമ്മുടെ പ്രവർത്തനം സജീവമായിട്ടുണ്ട്. അതൊന്നുകൂടി വിപുലീകരിക്കാൻ വേണ്ടിയാണ്, മറ്റുള്ള തയ്യൽക്കാരുടെ ഇടയിലേക്ക് നമ്മുടെ സന്ദേശം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ. അവശരായ തയ്യൽക്കാർക്കൊരു കൈത്താങ്ങായും തയ്യൽക്കാരുടെ ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് ഒരുമ. 8 വർഷമായി പ്രവർത്തിക്കുന്ന കൂട്ടായ്മ ഇതിനോടകം തന്നെ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. കുന്നുമ്മൽ മുനിസിപ്പൽ ടൗൺ ഹാളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ വിവിധ പരിപാടികളോടെയാണ് വാർഷികം ആഘോഷിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ടൈലർമാരുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ഭാരവാഹികളായ ഉസ്മാൻ കുട്ടി, PK മനോഹരൻ കൂട്ടിലങ്ങാടി, ഷറഫു തിരൂർ, വി സാദിഖ് മലപ്പുറം, റഷീദ് കൂട്ടിലങ്ങാടി എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ പൂഴിയപ്പറമ്പ് നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി കൊടിയേറി. 7 താലപ്പൊലി. ആറിന് വലിയാറാട്ട് ദിവസം 5:30 തിരുവാതിരക്കളി, വൈകിട്ട് 6 പ്രിയേഷ് അവതരിപ്പിക്കുന്ന സോപാന സംഗീതം, തുടർന്ന് പാഠകം, തായമ്പക, എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. 11 മുതൽ കാളവരവ് തുടങ്ങും. 5 മണിയോടെ വേലകളെത്തും. രാത്രി മേളം, എഴുന്നള്ളിപ്പ്, കാളകളി എന്നിവയുമുണ്ടാകും. CCN കടമ്പഴിപ്പുറം. കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻഷ്യൽ വെൽഫെയർ അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം ഫെബ്രുവരി 2 പെരിന്തൽമണ്ണയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അപ്പോൾ നമ്മുടെ അതിൻ്റെ ജില്ലാ സമ്മേളനമാണ് ഈ 2 ഞായറാഴ്ച നമ്മുടെ പെരിന്തൽമണ്ണ ബഹുമാനപ്പെട്ട നമ്മുടെ മിനിസ്റ്റർ ശ്രീ MD രാജേഷ് അവர்களാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട MD ശ്രീ കാന്തപുരം നജീബ് അദ്ദേഹം മുഖ്യ പ്രഭാഷണം നടത്തും. അതുപോലെ നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ P. ഷാജി അവർ അതിൽ പങ്കെടുക്കുന്നുണ്ട്. മലപ്പുറം ജില്ലാ സമ്മേളനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിക്കും. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം MLA നജീബ് കാന്തപുരം മുഖ്യപ്രഭാഷണം നടത്തും. പെരിന്തൽമണ്ണ മുനിസിപ്പൽ ചെയർമാൻ P. ഷാജി തുടങ്ങി വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് മുരളീധരൻ പുതുക്കുടി, ജില്ലാ പ്രസിഡന്റ് OM അബ്ദുൾ റഷീദ്, ജില്ലാ ജനറൽ സെക്രട്ടറി ദ്വാരക ഉണ്ണി, ജില്ലാ ട്രഷറർ ശിവൻ കാരാട്ട്, PR നരേന്ദ്രദേവ്, KT ഹംസ തുടങ്ങിയവർ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണാർക്കാട് നടന്നുവരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എസോൺ കലോത്സവത്തിൽ വഴിനീളെ അടി. 3 തവണ പോലീസ് ലാത്തിവീശി. നിരവധി SFI പ്രവർത്തകർക്കും മണ്ണാർക്കാട് SIക്കും പരിക്ക്. സംഭവത്തിൽ കണ്ടാൽ അറിയാവുന്ന 30 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തു. മണ്ണാർക്കാട് SI തനി വാടക ഗുണ്ടയാണെന്നും പോലീസാകാൻ കൊള്ളില്ലെന്നും CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. തിരിച്ചടിച്ചാൽ അത് താങ്ങാനാവില്ലെന്നും സുരേഷ് ബാബു പറഞ്ഞു. മണ്ണാർക്കാട് കലോത്സവത്തിനിടെ പരിക്കേറ്റ SFI പ്രവർത്തകരെ CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ആശുപത്രിയിൽ സന്ദർശിച്ചു.
ചെർപ്പുളശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ട് നവീകരണം 2 മാസത്തിനുള്ളിൽ ആരംഭിക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. ഷൊർണൂർ മണ്ഡലത്തിലെ വിവിധ പ്രവൃത്തികളുടെ അവലോകനത്തിന് ശേഷമാണ് മന്ത്രിയുടെ പ്രതികരണം. ഹൈസ്കൂൾ ഗ്രൗണ്ട് മന്ത്രി സന്ദർശിച്ചു. അമ്പലപ്പാറ വാണിവിലാസിനിയിൽ പെട്രോൾ ബോംബ് എറിഞ്ഞുണ്ടായ സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കോഴിക്കോട് കൊയിലാണ്ടി കണ്ണൂർ സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. കോങ്ങാട് കാഞ്ഞിക്കുളം സത്രംകാവിൽ മോഷണം, പണവും സ്വർണവും നഷ്ടപ്പെട്ടു. ഭണ്ഡാരം കുത്തിത്തുറന്നാണ് മോഷണം നടത്തിയിട്ടുള്ളത്. മോഷണത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.